ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ലഞ്ച് മെനുവിൻ്റെ 25th വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു നോൺ വെജ് മീലാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിലുള്ളത് മാങ്ങാത്തൊക്ക്, വറുത്തരച്ച സാമ്പാർ, ഇതിൽ മുരിങ്ങക്കായും പിന്നെ ബാക്കി കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്, ക്യാബേജ് കൊണ്ടൊരു മെഴുക്ക് വരട്ടി, പിന്നെ സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തലിൻ്റെ ഒരു ഫ്രൈ, ഒപ്പം കുറച്ച് സാലഡും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിൽ കയറാം. ആദ്യം ഞാൻ കൂന്തൽ റോസിനുള്ള മാരിനേഷൻ റെഡിയാക്കുകയാണ്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ സാമ്പാർ മസാല റെഡിയാക്കുകയാണ്. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മല്ലി, മുളക്, ചെറിയുള്ളി, കരിവേപ്പില, ഉഴുന്നും പരിപ്പ്, ഉലുവ ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചോക്കയെ വറുത്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് തേങ്ങ ചെറിയത് ചേർത്തിട്ട് തേങ്ങയൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. മറ്റേ സൈഡിൽ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ വേവിച്ച തോരപ്പരിപ്പും കൂടി ചേർത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് കഷ്ണം വേവുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളി കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് സാമ്പാർ മസാല ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക്, ഉലുവ, മുളക്, കരിവേപ്പില വറുത്തിടുക. ഈ ക്യാബേജ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ക്യാബേജ്, സവാള, പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ക്യാബേജ് വേവുന്ന വരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ക്യാബേജ് മെഴുക്ക് വരട്ടി റെഡിയായി. പിന്നെ അതേ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൂന്തൽ എടുത്തിട്ടുണ്ട്. അതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സ്ക്വിഡ് ഫ്രൈയും റെഡിയായി. അപ്പോൾ നമ്മുടെ സിമ്പിൾ നോൺ വെജ് മെനു റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.